Hello and welcome to EasyLearn 365 ബിസിനസ് റിസർച്ച് മെത്തേഡ് ക്ലാസ്സസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ് എന്നുള്ള ഫസ്റ്റ് പാർട്ടായിരുന്നു. നമ്മളിന്ന് സെക്കൻഡ് പാർട്ടിൽ വളരെ വിശദമായിട്ട് മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ട സ്കെയിലിങ്ങുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾ മുൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം പാർട്ട് 2ലേക്ക് വരണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മെഷർമെൻ്റ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുവെങ്കിലും there are some stages or there are some situations where measurement may be in error. There are some sources for errors in measurement. ചില സിറ്റുവേഷൻസിൽ മെഷർമെന്റ് തെറ്റാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കാൻ പോകും. ഒന്നാമത് റെസ്പോണ്ടൻസ് റിലക്റ്റൻസ് ആണ്. എന്താണെന്ന് നോക്കാം. റെസ്പോണ്ടന്റ് മെ നോട്ട് എക്സ്പ്രസ് ദെയർ സ്ട്രോങ് നെഗറ്റീവ് ഫീലിംഗ്. ചില സിറ്റുവേഷൻസിൽ റെസ്പോൺസ് കൃത്യമായിട്ട് തരുന്നതിന് ചില റെസ്പോണ്ടൻസ് തയ്യാറാകുന്നില്ല എന്ന് നമുക്ക് വരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളുടെ ഒരു ഇൻകം ലെവലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരത് കൃത്യമായി പറയണമെന്നില്ല. ചില കാര്യത്തെക്കുറിച്ചുള്ള അവരുടെ നെഗറ്റീവ് ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചോ അത് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയണമെന്നില്ല. അത്തരം റെസ്പോണ്ടന്റ് റിലക്റ്റൻസ് ശരിക്കും നമ്മുടെ സ്റ്റഡിയെ വളരെ കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ടാവും. ചില സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? ദ സിറ്റുവേഷൻ സറൗണ്ടിങ് ദ റെസ്പോണ്ടൻസ് ക്യാൻ അഫക്ട് ദ ഒപ്പീനിയൻ. അവർ നിൽക്കുന്ന സാഹചര്യം, അവരെ കൃത്യമായി മറുപടി പറയുന്നതിന് അവരെ സമ്മതിക്കാത്ത രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ, ചിലപ്പോൾ ചില വ്യക്തികളുടെ കൂടെ നിന്ന് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴോ ചില പബ്ലിക് പ്ലേസസ് നിന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോഴോ ഒക്കെ അവർക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുണ്ടാകും. ട്രാൻസിയന്റ് പേഴ്സണൽ ഫാക്ടേഴ്സ് ഉണ്ട്. While obtaining data from a consumer, the person's mood, state of health, ഫെറ്റീഗ് എക്സെട്ര മേ അഫക്ട് ദ റെസ്പോണ്ട്. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ശാരീരികവും മാനസികമായ ചില അവസ്ഥകൾ അത് ഒരുപക്ഷെ നമ്മുടെ റെസ്പോൺസിനെ ബാധിക്കാം. അയാൾക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശാരീരികമായി വളരെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ മടി കാണിക്കുമായിരിക്കും. ചില ഡിഫക്റ്റീവ് ഇൻസ്ട്രുമെന്റ് കൊണ്ടും ചില തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഇൻ സർട്ടൻ കേസസ് there may be lack of clarity of measuring instrument. Besides this, there may be variations in the administration of the measurements. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അത് ചിലപ്പോൾ ഡിവൈസ് ആവാം, ക്വസ്റ്റനെയർ ആവാം, ഷെഡ്യൂൾസ് ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഇതിലൊക്കെ ചിലപ്പോൾ ചില തെറ്റുകൾ, ചില ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് പലപ്പോഴും നമ്മൾ എറർ വരുത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാം. ചില മെക്കാനിക്കൽ എറേഴ്സ് ഉണ്ടാകാം. There may be errors in recording, classifying, tabulating, etc. and the same can distort the results in the research. നമ്മൾ റെസ്പോൺസ് ചോദിച്ച് ചിലപ്പോൾ നമ്മൾ എഴുതിയെടുക്കുന്നതിനകത്തോ അല്ലെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നതിനകത്തോ അതിനുശേഷം അതിൻ്റെ കുറച്ച് ക്ലറിക്കൽ വർക്കുകളായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില വസ്തുതകൾ നമ്മൾ തെറ്റായി എഴുതുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത്തരം പ്രോസസ്സുകളിൽ നമുക്ക് ചില തെറ്റുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദി എറേഴ്സ്. ഇനി നമ്മൾ ചില ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ചില സ്കെയിലിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ആർബിട്രറി അപ്രോച്ച്, കൺസെൻസസ് അപ്രോച്ച്, ഐറ്റം അനാലിസിസ് അപ്രോച്ച്, ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ച് ആൻഡ് ഫാക്ടർ അനാലിസിസ് അപ്രോച്ച്. വിശദമായിട്ട് ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ആർബിട്രറി അപ്രോച്ച് എന്ന് പറയുന്നത് ദ റിസർച്ചർ ഡെവലപ്സ് എ സ്കെയിൽ ഓൺ ഹിസ് ഓൺ. ഹി ഡസ് വാട്ട് ഹി തിങ്സ് ട്രൂ ടു ഹിസ് ബിലീഫ് ആൻഡ് എക്സ്പീരിയൻസ്. ആർബിട്രറി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ, ഒരു വ്യക്തിയുടെ അനുഭവത്തിന്റെയും അയാളുടെ വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ അയാൾക്ക് മനസ്സിലായ രീതിയിൽ അദ്ദേഹം ഒരു സ്കെയിൽ ഉണ്ടാക്കുന്ന, ഒരു ക്വസ്റ്റനെയറോ അല്ലെങ്കിൽ സ്കെയിലോ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ ആർബിട്രറി അപ്രോച്ച് എന്ന് പറയുന്നത്. കൺസെൻസസ് അപ്രോച്ച് കുറച്ചുകൂടെ വിശാലമാണ്. അണ്ടർ ദിസ് മെത്തേഡ് the scale is shown to a panel of judges for consideration, or rather the scale will be developed by a panel of judges. ഇതിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കിയ സ്കെയിൽ മറ്റ് ചില എക്സ്പേർട്സിനെ കാണിക്കുകയും അവരുടെ ഒപ്പീനിയനും കൂടെ കൺസിഡർ ചെയ്ത് നമ്മളൊരു സ്കെയിൽ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ
അവർ തന്നെയായിരിക്കാം അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷേ സ്കെയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് കൺസെൻസസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഐറ്റം അനാലിസിസ് അപ്രോച്ച് എന്ന് പറയുന്നത് വിശദമായിട്ട് നമുക്ക് നോക്കാം. As per this approach, the actual responses are analyzed on the basis of statements for determining their accessibility. ഫോർ എക്സാമ്പിൾ, ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ഒരു ഒരു സ്കെയിലിംഗ് നടത്തുകയാണ്, റിസർച്ച് നടത്തുകയാണ്, സ്റ്റഡി നടത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് ചില വ്യക്തികൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് അത്ര മോട്ടിവേഷൻ ഉള്ളവരാവണമെന്നില്ല. മോട്ടിവേഷൻ ഉള്ള കുട്ടികളുണ്ടാവാം, മോട്ടിവേഷൻ ഇല്ലാത്ത കുട്ടികളുണ്ടാവാം. അപ്പോൾ ആ മോട്ടിവേഷൻ എന്നുള്ളൊരു ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു ഐറ്റം അതായിരിക്കാം ഒരുപക്ഷെ അവരെ ക്ലാസ് നല്ലതാണോ അല്ലയോ എന്നുള്ളത് പറയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ഐറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. എന്തുകൊണ്ട് ഒരാൾ ചിലപ്പോൾ ക്ലാസ് വളരെ മികച്ചതാണ് എന്നുള്ള നിലയിൽ വളരെ നല്ല ഹൈ സ്കോർ തരുമ്പോൾ മറ്റേ വ്യക്തി വളരെ ലോ സ്കോർ തരികയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം രണ്ട് വ്യക്തികൾക്കും തമ്മിൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഫാക്ടറിൽ കൃത്യമായ വ്യത്യാസം ഉണ്ടാകും. ആ ഒരു ഐറ്റത്തിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം. സോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്, എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ പറയാനായിട്ട് തോന്നുന്നത് എന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ചിൽ പറയുന്നത് ദിസ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ എ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് പൊസസസ് എ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഇൻ ദ സെൻസ് that statements which are related amongst themselves form a cumulative scale or series. നമ്മൾ സ്കെയിൽ ഓഫ് ഗ്രാം എന്നൊക്കെ പറയുന്ന അതൊക്കെ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. സി ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയോട് ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം എങ്ങനെയാണ്, അതിനോടുള്ള അപ്രോച്ച് എങ്ങനെയാണെന്ന് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കുന്നതിന് പകരം ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തുകൊണ്ട് ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. ആ വ്യക്തിയുടെ ആ സ്റ്റേറ്റ്മെന്റ്സിനോടുള്ള റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ഫുഡ് കഴിക്കുന്നു. ആ ഫുഡ് കഴിക്കുന്നതിനോട് അല്ലെങ്കിൽ ആ ഫുഡിനോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ ഫുഡ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം ആ ഫുഡിന്റെ പല പല കാറ്റഗറീസ്, അപ്പോൾ അത് സെർവ് ചെയ്ത രീതി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഹോട്ടലിന്റെ ആംബിയൻസ്, ഹോട്ടൽ ഫുഡിന്റെ ടേസ്റ്റ്, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് അദ്ദേഹം എത്രത്തോളം അതിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒറ്റയടിക്ക് അദ്ദേഹം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ എസ് ഓർ നോ എന്ന് പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി ഇല്ല. കൃത്യമായിട്ട് നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഒപ്പീനിയനിൽ എത്തുന്ന ഒരു അപ്രോച്ചാണ് ക്യുമുലേറ്റീവ് സ്കെയിൽ അപ്രോച്ച്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചായിട്ട് നമ്മൾ കാണുന്നത്. ഇതിന്റെ വിശദാംശങ്ങളും ഇതിന്റെ എക്സാമ്പിൾസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഫാക്ടർ അനാലിസിസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഫാക്ടർ അനാലിസിസ് ആർ ഡിസൈൻ ടു intercorrelate items so to determine their degree of interdependence between items. Semantic differential scale is an example for this factor analysis approach. Semantic difference scale നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഓരോ ഫാക്ടറിനെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹോട്ടലിനെ ഇഷ്ടപ്പെടാനുള്ള ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തെ ഇഷ്ടപ്പെടാനുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്, ഒരു സർവീസ് ഇഷ്ടപ്പെടാനുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒറ്റയടിക്ക് നമുക്ക് ഇന്ന സർവീസ് ഇഷ്ടപ്പെട്ടോ എന്നൊരു പക്ഷേ ഒരു വ്യക്തിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പല ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ താല്പര്യവും താല്പര്യമില്ലായ്മയും ഒക്കെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. അപ്പോൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് എടുത്ത് നമ്മൾ പരിശോധിച്ച് ആ ഫാക്ടേഴ്സ് എത്രത്തോളം അതിനെ സ്വാധീനിക്കുന്നു എന്ന് കണ്ടെത്തുന്ന രീതിയാണ് ഫാക്ടർ അനാലിസിസ്. അപ്പോൾ ഈ പറയുന്ന ക്യുമുലേറ്റീവ് അപ്രോച്ചും ഫാക്ടർ അനാലിസിസ് അപ്രോച്ചും ഒക്കെ നമ്മൾ വളരെ ജനകീയമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് മെത്തേഡാണ് അല്ലെങ്കിൽ സ്കെയിലിംഗ് അപ്രോച്ചാണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ അടുത്തതായി നോക്കുന്ന ഡിഫറെന്റ് സ്കെയിലിംഗ് ടെക്നിക്സിനെ കുറിച്ചാണ്. സ്കെയിലിംഗ് ടെക്നിക്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു കമ്പാരിറ്റീവ് സ്കെയിൽസ് ആൻഡ് നോൺ കമ്പാരിറ്റീവ് സ്കെയിൽ. നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കാനും കമ്പയർ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാനും സാധിക്കുന്ന രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. കമ്പാരിറ്റീവ് സ്കെയിലിൽ പെയർ കമ്പാരിസൺ, റാങ്ക് ഓർഡർ, കോൺസ്റ്റന്റ് സം ഇതാണ് നമുക്കുള്ളത്. നോൺ കമ്പാരിറ്റീവില് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ, ഇത്രയുമാണുള്ളത്. ഈ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് വളരെ വിശദമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ കമ്പാരിറ്റീവ് നോൺ കമ്പാരിറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെയർ കമ്പാരിസൺ, റാങ്ക് ഓർഡർ, കോൺസ്റ്റന്റ് സം,
ക്യൂസോട്ട് ആൻഡ് അതർ പ്രൊസീജിയേഴ്സ്. ക്യൂസോട്ട് ആക്ച്വലി സ്കെയിൽ ടെക്നിക്കാണ്, പക്ഷെ നിങ്ങളുടെ സിലബസിൽ അതില്ല. ക്യൂസോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു കമ്പനിയിൽ ധാരാളം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നും ഒരു വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെയിൽസ് എക്സ്പേർട്ടിനെ കണ്ടെത്തുന്നത് അയാളുടെ പാസ്റ്റ് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായി. അങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു വ്യക്തിയെ സ്കെയിൽ ചെയ്യുന്ന മെഷർ ചെയ്യുന്ന മെത്തേഡാണ് ക്യൂസോട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ സിലബസിൽ ഇല്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ദെൻ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ, ഐറ്റമൈസ് റേറ്റിംഗ് സ്കെയിൽ ഉണ്ട്. ഐറ്റമൈസ് റേറ്റിംഗ് സ്കെയിലിനെ നമ്മൾ ലിക്കേർഡ്, സെമാൻറ്റിക്, സ്റ്റേപ്പിൾ എന്ന് പറയും. സ്റ്റേപ്പിളും നമ്മുടെ സിലബസിൽ നമുക്കില്ല, പക്ഷെ നമ്മൾ അതിന് പകരം ക്രിസ്റ്റോൺ എന്ന് പറയുന്ന ആ ഒരു സ്കെയിലാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് ഡിഫറെൻറ്റ് സ്കെയിൽസ് നോക്കാം. ഒന്ന് കമ്പാരിറ്റീവ് സ്കെയിലാണ് നമുക്ക് വരുന്നത്. അതിൽ പെയർഡ് കമ്പാരിസൺ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. Here a respondent is presented with two objects at the time and asked to select one object. Rate between two objects at a time. ഒരേ സമയത്ത് രണ്ട് ഒബ്ജക്ട്സ് കൊടുക്കുകയും അതിൽ ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്യാൻ പറയുകയും ചെയ്യുന്ന രീതിയാണ്. ഇവിടെ കാണുന്ന പിക്ചറിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ലെക്സും കൊടുക്കുന്നു, ലെക്സ് അതുപോലെ റെക്സോണ കൊടുക്കുന്നു, ദെൻ ലെക്സും പിയേഴ്സും കൊടുക്കുന്നു, ലെക്സും വിവേലും കൊടുക്കുന്നു. ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും നില്ലായിരിക്കും ഉണ്ടാവുക. ലെക്സും റെക്സോണയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കസ്റ്റമർ സെലക്ട് ചെയ്യുക റെക്സോണയാണ് എന്ന് നമുക്കിവിടെ കാണുന്നു. അതാണ് സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ലെക്സും പിയേഴ്സും തമ്മിൽ നോക്കുമ്പോൾ പിയേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ പ്രോഡക്റ്റിനെയും കമ്പയർ ചെയ്യണം. റെക്സോണ വേഴ്സസ് റെക്സോണ, ദെൻ പിയേഴ്സ് വേഴ്സസ് പിയേഴ്സ് വേഴ്സസ് റെക്സോണ. ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ഈ കമ്പാരിസണിൽ ഏതാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലെക്സിന് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, റെക്സോണയ്ക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, പിയേഴ്സിന് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, വിവലിന് 1 പോയിന്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്പാരിസണിലൂടെ മനസ്സിലാക്കുകയാണ് ആളുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ 4 പ്രോഡക്ട്സിൽ വെച്ച് ആളുകൾ ചൂസ് ചെയ്യുന്നത് പിയേഴ്സ് ആണ്, രണ്ടാമതായിട്ട് റെക്സോണയാണ്, മൂന്നാമതായിട്ടാണ് ലെക്സ് നിൽക്കുന്നത്, ഏറ്റവും അവസാനത്ത് വിവൽ നിൽക്കുന്നു എന്ന് നമ്മൾ ഒരു അനുമാനത്തിൽ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. ഇതാണ് പെയർഡ് കമ്പാരിസന്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി മറ്റൊന്നാണ് നമുക്ക് റാങ്ക് ഓർഡർ സ്കെയിൽ ഉള്ളത്. Here the respondents are presented with several items simultaneously and asked to rank them in the order of priority. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത അതേ സോപ്പുകളുടെ ബ്രാൻഡുകൾ തന്നെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇതിനെ നമ്മൾ റാങ്ക് ചെയ്യാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിനെ റാങ്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ റെക്സോണയ്ക്ക് 1ാമത്തെ റാങ്ക് കൊടുത്തിരിക്കുന്നു, പിയേഴ്സ് 2ാമത് കൊടുത്തിരിക്കുന്നു, ലെക്സിന് 3 കൊടുത്തിരിക്കുന്നു, വിവേലിന് 4ാമത്തെ റാങ്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ആളുകൾ എങ്ങനെയാണ് ഇതിനെ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നത് റെക്സോണയ്ക്കാണ്. അതുകൊണ്ട് റെക്സോണ എന്ന് പറയുന്ന ബ്രാൻഡ് ഏറ്റവും ആളുകൾ പ്രിഫർ ചെയ്യുന്നത് എന്ന രീതിയിൽ നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് കോൺസ്റ്റന്റ് സം എന്നാണ്. കോൺസ്റ്റന്റ് സം സ്കെയിലാണ്. The respondents are asked to allocate a constant sum of units such as points, typically 100 or 10, among set of stimulus objects with respect to some criteria. ഇവിടെ കുറേയധികം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റംസിൻ്റെ ഒരു കുറേ ഫാക്ടേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ ലെഫ്റ്റ് കോളത്തിലും അതിന് കൊടുക്കുന്ന റെസ്പോണ്ടന്റ് കൊടുക്കുന്ന പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 100 ആയിരിക്കും. 100 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 1000 അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ടോട്ടൽ പോയിന്റ് ഉണ്ടാവുക. ആ ടോട്ടൽ വാല്യൂവിൽ നമ്മൾ എത്ര പോയിന്റ് കൊടുക്കുന്നു, 100ൽ ഓരോന്നിനും എത്ര മാർക്ക് കൊടുക്കുന്നു. ഇവിടെ പിക്ചർ ക്വാളിറ്റി, എസ്തെറ്റിക്സ്, പ്രൈസ്, ടെക്നോളജി, റിമോട്ട് കൺട്രോൾ ഇങ്ങനെയാവും. ചിലപ്പോൾ ഒരു TV ആയിരിക്കാം, ഒരു TV ആണ്. TV ആണെങ്കിൽ അതിൻ്റെ പിക്ചർ ക്വാളിറ്റിക്ക് 40 മാർക്ക്, എസ്തെറ്റിക്സിന് 4 മാർക്ക്, പ്രൈസിന് 45 മാർക്ക്, ടെക്നോളജിക്ക് 1 മാർക്ക്, റിമോട്ട് കൺട്രോൾ 10 മാർക്സ്. ഇങ്ങനെ നമുക്ക് പല ഇതിൽ ഞാനൊരു ആർബിട്രറി ആയിട്ട് കൊടുത്ത മാർക്കുകളാണ്. ഇങ്ങനെ നമുക്ക് ഒരു കസ്റ്റമർ എത്ര പോയിന്റ് കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇവിടെ നോക്കുക, പ്രൈസിങ്ങിന് ആളുകൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു. ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും. അതുപോലെ പിക്ചർ ക്വാളിറ്റിക്കും ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് ഫാക്ടർ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ടി വി മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഐറ്റംസ് ഒന്ന് പ്രൈസും ഒന്ന് പിക്ചർ ക്വാളിറ്റി ആണെന്ന് എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും. മറ്റൊന്ന് നോൺ കമ്പാരിറ്റീവ് സ്കെയിൽസിലേക്ക് നമ്മൾ പോവാണ്. അതിലൊന്നാണ് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. Under this scale, the respondents rate the object by placing a mark at appropriate position on a continuous line that runs from one extreme of the criterion variable to other എന്നുള്ളതാണ്. നമ്മൾ തന്നെ വിശദമായിട്ടൊരു പിക്ചറിൽ നോക്കാം. ഇവിടെ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ കുറിച്ചോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഹൈലി ഡിസാറ്റിസ്ഫൈഡ് മുതൽ ഹൈലി സാറ്റിസ്ഫൈഡ് വരെ പല കാറ്റഗറീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈലി ഡിസാറ്റിസ്ഫൈഡ്, ക്വയറ്റ് ഡിസാറ്റിസ്ഫൈഡ്, ഡിസാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ്, ക്വയറ്റ് സാറ്റിസ്ഫൈഡ്, ഹൈലി സാറ്റിസ്ഫൈഡ്, ഇങ്ങനെ പറയുന്ന 6 ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ ഒപ്പീനിയൻ അവർ ഡിസ്ക്ലോസ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ആ ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഏതാണോ അത് നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ടറി ആയിരുന്നു, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ is a scale having numbers of brief description associated with each category. The categories are ordered in terms of scale positions and the respondents are required to select one of the limited number of categories that best describes the product attribute being rated. നമുക്ക് നോക്കാം. അതിനെ 2 രീതിയിൽ നമുക്ക് 3 രീതിയിൽ നമുക്ക് തിരിക്കാം. ലിക്കേർഡ് സ്കെയിൽ ഉണ്ട്, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ ഉണ്ട്, ത്രഷോൾഡ് സ്കെയിൽ ഉണ്ട്. ഈ 3 രീതിയിൽ നമുക്ക് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽസിനെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. അതിലൊന്ന് ലിക്കേർഡ് സ്കെയിലാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സമ്മേറ്റഡ് റേറ്റിംഗ് സ്കെയിൽ. This consists of a series of statements concerning an attitude object. The method developed by Rensis Likert. This method is developed by Rensis Likert. അതുകൊണ്ടാണ് ഇതിനെ Likert scale എന്ന് പറയുന്നത്. It is very simple to administer with Likert scale. The respondents indicate their own attitude by checking how strongly they agree or disagree with carefully worded statements that range from very positive to very negative towards the attitudinal object. നമ്മൾ അസസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആവാം, മോട്ടിവേഷൻ ആവാം, സാറ്റിസ്ഫാക്ഷൻ ആവാം, ഇങ്ങനെ എന്തുമാകാം. അതിനെ സംബന്ധിക്കുന്ന ധാരാളം സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ നോക്കിയ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ടത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിനെ കുറിക്കുന്ന ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കും. ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റുകളെയും ഒരേ സ്കെയിൽ വെച്ച് അസസ് ചെയ്ത് ഏറ്റവും അവസാനം നമ്മളൊരു പോയിന്റിൽ റീച്ച് ചെയ്യുന്ന മെത്തേഡാണ് ലിക്കേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊജക്റ്റുകളിലും റിസർച്ചുകളിലും ഒക്കെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു മെത്തേഡാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. സെമാൻറ്റിക് ഡിഫറൻസ് സ്കെയിൽ, ദ റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു ടിക്ക് വൺ ഓഫ് ദി 7 categories which describes their attitude. നമുക്ക് നോക്കാം അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ. ഇവിടെ നോക്കുക, ധാരാളം എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടു അൺഇമ്പോർട്ടൻറ്റ്, ഇതിലേതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്തോറും അത് ഇമ്പോർട്ടൻസ് കൂട്ടുന്നു, റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും അത് അൺഇമ്പോർട്ടൻ്റ് ആകുന്നു. അതുപോലെ എക്സ്പെൻസീവ്, ഇൻഎക്സ്പെൻസീവ്, യൂസ്ഫുൾ, യൂസ്ലെസ്, സ്ട്രോങ്, വീക്ക്, ക്യുക്ക്, സ്ലോ, ഗുഡ് ആൻഡ് ബാഡ്, ഇങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്തോറും അതിൻ്റെ ഒരു എക്സ്ട്രീമും മറ്റേ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മറ്റൊരു എക്സ്ട്രീമിലേക്ക് പോകുന്നു. ഇതിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ഒരു റെസ്പോണ്ടന്റിന് ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി ത്രഷോൾഡ് സ്കെയിലിലേക്ക് വരുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ലാർജ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് പർപ്പസ് ഓഫ് ഡെവലപ്പിംഗ് എ ഫോക്കസ് ഫോർ സ്കെയിലിംഗ് പ്രോജക്ട്. ഇവിടെ അബോർഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ സംബന്ധിച്ച് ധാരാളം സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അബോർഷൻ ബ്രിങ്സ് ഹാപ്പിനെസ്, അബോർഷൻ ഷുഡ് ബി എൻകറേജ്ഡ്, അബോർഷൻ പ്രിവെന്റ്സ് അൺവാണ്ടഡ് ചൈൽഡ് ഗ്രോയിങ് അപ്പ്, abortion is allowable, abortion weakens the moral fiber of society. ഇങ്ങനെ ധാരാളം അബോർഷനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി അബോർഷനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്
ഡയറക്റ്റ് ആയിട്ട് ആ വ്യക്തിയോട് ചോദിക്കുന്നതിന് പകരം നമുക്ക് അബോർഷനെ കുറിക്കുന്ന ധാരാളം സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാം. എന്നിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് ടിക്ക് ചെയ്യാനായിട്ട് പറയാം. ഇവിടെ നമ്മൾ നോക്കിയാൽ ആദ്യത്തെ 3-4 പോയിന്റ് 4 പോയിന്റുകളോളം തന്നെ അബോർഷനെ അനുകൂലിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം വരുന്നത് അബോർഷന് എതിരായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യത്തെ 4 പോയിന്റുകൾ അദ്ദേഹം എഗ്രി ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം അബോർഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എഗ്രി ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷമുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അബോർഷനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. ഇനി രണ്ടും സെലക്ട് ചെയ്യുന്നു, ചില ആളുകൾ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ സ്റ്റേബിൾ അല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമുക്ക് എത്താനായിട്ട് സാധിക്കുക. ഇതാണ് ത്രഷോൾഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു സ്കെയിൽ നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, പ്രോബ്ലം ഡെഫിനീഷൻ ആൻഡ് ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്, അത് ഏത് ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അനോവയാണോ, ടി ടെസ്റ്റ് ആണോ, എഫ് ടെസ്റ്റ് ആണോ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ സ്കെയിൽ ഫിക്സ് ചെയ്യാനായിട്ട്. കമ്പാരിറ്റീവ് ആണോ നോൺ കമ്പാരിറ്റീവ് ആണോ എന്നുള്ളത് ഓരോ സ്റ്റഡിയുടെയും നേച്ചർ അനുസരിച്ചാണ് സെലക്ട് ചെയ്യേണ്ടത്. കമ്പാരിറ്റീവും നോൺ കമ്പാരിറ്റീവും പല സിറ്റുവേഷൻസിലും ഇഫക്റ്റീവും ഇൻഎഫക്റ്റീവുമാണ്. അത് നോക്കി വേണം നമ്മളത് ചെയ്യാനായിട്ട്. അതുപോലെ വേർബൽ ഓർ ന്യൂമറിക്കൽ കാറ്റഗറി ലേബിൾസ്. നമ്മൾ ചില കാറ്റഗറീസ് ലേബിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സിനെ ലേബിൾ ചെയ്യുമ്പോൾ വെർബലായിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ന്യൂമറിക്കലി അല്ലെങ്കിൽ 1, 2, 3 എന്നുള്ള കാറ്റഗറൈസേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. വെർബലായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ വെർബലായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം നമ്പർ ഓഫ് കാറ്റഗറീസ് നമ്മൾ എപ്പോഴും കുറയ്ക്കുന്നതാണ് നല്ലത്. എന്നാൽ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാറ്റഗറീസും നമുക്ക് ആവശ്യമായിട്ട് എടുക്കുകയും വേണം. ബാലൻസ്ഡ് ആയിരിക്കണം എപ്പോഴും എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ആളുകളുടെ എല്ലാ ഒപ്പീനിയനും ഒരുപോലെ, അതായത് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ളത് വരാൻ രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്കെയിൽ പ്രിപ്പയർ ചെയ്യാൻ. ഫോഴ്സ്ഡ് വേഴ്സസ് നോൺ ഫോഴ്സ്ഡ് കാറ്റഗറീസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പറയാം. സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ മാത്രമേ സ്കെയിലിൽ ഓപ്ഷൻ ഉള്ളൂ എങ്കിൽ ആളുകൾ ഫോഴ്സ്ഡ് ആയിട്ട് പോസിറ്റീവ്, ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നെയ്തർ സാറ്റിസ്ഫൈഡ് ഓർ ഡിസാറ്റിസ്ഫൈഡ് എന്നോ അല്ലെങ്കിൽ നോട്ട് സാറ്റിസ്ഫൈഡ് എന്നോ ഒക്കെ പറയാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്ത് നമ്മൾ ആക്ച്വലി ഒരു കാറ്റഗറിയിൽ വീഴ്ത്തിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എത്തിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നല്ലൊരു സ്കെയിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ വരുത്താതെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. So thank you for watching EasyLearn 365. Keep watching EasyLearn 365.